കൃഷ്ണ ഗുരുവായൂരപ്പ. ഇന്നലെ നമ്മൾ രുക്മിണി സ്വയംവരമാണല്ലോ പറഞ്ഞത്. ഇന്ന് നമുക്ക് ബാക്കിയുള്ള ഭാഗം കേൾക്കാം. ദ്വാരകയിൽ വളരെ സന്തോഷത്തോടെയാണ് രുക്മിണി കഴിഞ്ഞു പോന്നത്. വസുദേവനും ദേവകിക്കും രുക്മിണി സ്വന്തം മകളെന്ന പോലെയായിരുന്നു. ഗുരുജനങ്ങളും മറ്റു ബന്ധുജനങ്ങളും അവളെ വളരെ സ്നേഹിക്കുകയും ലാളിക്കുകയും ചെയ്തു. കൃഷ്ണനാണെങ്കിൽ രുക്മിണി ജീവനായിരുന്നു. അതുപോലെ തന്നെ രുക്മിണിക്ക് കൃഷ്ണനും. അങ്ങനെയിരിക്കെ ഒരു നാൾ രാത്രി രുക്മിണി തെല്ലൊരു നാണത്തോടെ തന്റെ പ്രാണനാഥനോട് പറഞ്ഞു, നാഥ, വിവാഹം കഴിഞ്ഞിട്ട് ദിവസങ്ങൾ ഏറെയായി. എനിക്കാണെങ്കിൽ ഒരു കുഞ്ഞിക്കാല് കാണാൻ വളരെ ആശ തോന്നുന്നു. അച്ഛനും ഒരു പേരക്കിടാവിനെ കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. കൃഷ്ണനും ഒരു കുട്ടിയെ വേണമെന്ന ആഗ്രഹമില്ലാതല്ല. എങ്കിലും എല്ലാറ്റിനും ഒരു സമയവും സന്ദർഭവും ഉണ്ടല്ലോ. രുക്മിണിയുടെ ആഗ്രഹം ഏറെ താമസിയാതെ തന്നെ സാധിപ്പിക്കാമെന്ന് കൃഷ്ണൻ ഉറപ്പു നൽകി. അന്നു രാത്രി കൃഷ്ണൻ ചില കാര്യങ്ങൾ ആലോചിച്ചുറച്ചു. രാവിലെ കൃഷ്ണൻ ബലരാമനെയും മറ്റു മന്ത്രിമാരെയും ഗുരുജനങ്ങളെയും വിളിച്ചു വരുത്തി രാജ്യകാര്യങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിച്ചു. താൻ ബദരികാശ്രമത്തിലെ നാരായണ ക്ഷേത്രത്തിൽ ദർശനത്തിനായി പോവുകയാണെന്നും തിരിച്ചെത്തും വരെ ഭരണകാര്യങ്ങൾ നല്ല പോലെ നടത്തണമെന്നും കൃഷ്ണൻ അവരോട് അഭ്യർത്ഥിച്ചു. കൃഷ്ണൻ ബദരികാശ്രമത്തിൽ ശ്രീ നാരായണ ദർശനത്തിനായി പോകുന്നു എന്നറിഞ്ഞ് എല്ലാവർക്കും അത്ഭുതമാണ് ഉണ്ടായത്. കൃഷ്ണനും ക്ഷേത്ര ദർശനമോ? കൃഷ്ണൻ എന്തു ചെയ്താലും അതിന് പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശമുണ്ടാവുമെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആരും യാത്രയെക്കുറിച്ച് കൂടുതലൊന്നും ചോദിക്കാൻ ഒരുമിട്ടില്ല. കൃഷ്ണൻ ഗരുഡന്റെ പുറത്ത് കയറി എല്ലാവരോടും യാത്രാമംഗളം പറഞ്ഞ് യാത്രയായി. കൃഷ്ണന്റെ യാത്രയെക്കുറിച്ച് അറിഞ്ഞ് ദേവലോകവാസികളെല്ലാം കൃഷ്ണ ദർശനത്തിന് വേണ്ടി ആകാശത്ത് നിരന്നു നിന്നു. വളരെ വേഗത്തിൽ കൃഷ്ണൻ ആശ്രമത്തിലെത്തി. ആശ്രമവാസികളും ഭക്തജനങ്ങളും ഗരുഡവാഹനത്തിൽ പറന്നിറങ്ങിയ കൃഷ്ണനെ കണ്ട് അത്ഭുതപ്പെട്ടു. അവർ ഓടിയെത്തി കൃഷ്ണനെ സ്വീകരിച്ചാനയിച്ചു. സ്വീകരിക്കാനെത്തിയവരിൽ വിരൂപികളും പ്രാകൃതരുമായ ശിവഭൂതഗണങ്ങളും ഉണ്ടായിരുന്നു. അവരുടെ ഭയപ്പെടുന്ന രൂപം കണ്ടപ്പോൾ കൃഷ്ണന് അനുകമ്പ തോന്നി. ഭക്തിപൂർവം മുന്നിൽ കൈകൂപ്പി നിന്നിരുന്ന അവരെ കൃഷ്ണൻ സ്നേഹത്തോടെ തലോടി. കൃഷ്ണസ്പർശമേറ്റതും അവരുടെ വൈരൂപ്യമെല്ലാം മാറി. അവർ മോഹനരൂപികളായി തീർന്നു. അവർ കൃഷ്ണന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. കൃഷ്ണൻ അവരെ അനുഗ്രഹിച്ചു. ബദരികാശ്രമത്തിൽ നിന്ന് കൃഷ്ണൻ കൈലാസത്തിലേക്ക് പോകാൻ നിശ്ചയിച്ചു. സുന്ദര രൂപികളായി തീർന്ന ശിവഭൂതഗണങ്ങളും കൃഷ്ണനോടൊപ്പം കൈലാസത്തിൽ പോകാൻ കൊതിച്ചു. അവർ തങ്ങളുടെ ആഗ്രഹം കൃഷ്ണനെ അറിയിച്ചു. കൃഷ്ണനാവട്ടെ അവരെയും കൂടെ ഗരുഡവാഹനത്തിലേറ്റി കൈലാസത്തിലേക്ക് യാത്രയായി. കൃഷ്ണൻ കൈലാസത്തിലേക്ക് പോകുന്ന വാർത്ത ദേവലോകത്താകെ പരന്നു. ശ്രീ പരമേശ്വരനും ശ്രീഹരിയുടെ പൂർണ്ണാവതാരമായ ശ്രീകൃഷ്ണനും തമ്മിൽ നടക്കാൻ പോകുന്ന കൂടിക്കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ദേവന്മാരും ദേവതമാരും കൊതിച്ചു. അവരും കൈലാസത്തിലേക്ക് യാത്രയായി. ബ്രഹ്മദേവന്റെ നേതൃത്വത്തിൽ ദേവന്മാരെല്ലാം കൈലാസത്തിൽ എത്തിച്ചേർന്നു. കുബേരനും യക്ഷഗണങ്ങളും ഗന്ധർവന്മാരും കിന്നരവർഗവും ഒക്കെ എത്തിയിട്ടുണ്ട്. ഭൃഗുമഹർഷിയും നാരദമുനിയും കാലെ കൂട്ടി തന്നെ എത്തിയിരുന്നു. എല്ലാവരും പരമേശ്വരന്റെയും കൃഷ്ണന്റെയും സമാഗമം കണ്ട് നിർവൃതി അടയാൻ അക്ഷരമരായിരുന്നു. അതാ അങ്ങ് ദൂരെ ഗരുഡനുമേൽ കൃഷ്ണനും മോഹനരൂപികളായ ശിവഭൂതങ്ങളും. ഗരുഡൻ കൈലാസത്തിൽ പറന്നിറങ്ങി. കൃഷ്ണൻ വരുന്നതറിഞ്ഞ പരമേശ്വരൻ പാർവതിയോടും മക്കളോടുമൊപ്പം എതിരേൽക്കാൻ തയ്യാറായി നിന്നു. കൃഷ്ണൻ ഗരുഡന്റെ പുറത്തുനിന്നിറങ്ങി ശ്രീ പരമേശ്വരനെ പുണർന്നു. അപ്പോഴേക്കും ആകാശത്ത് നിന്ന് പൂമഴ പെയ്തു. അന്തരീക്ഷത്തിൽ ശംഖധ്വനി ഉയർന്നു. സുഗന്ധധൂപം പരന്നു. കൈലാസവും വൈകുണ്ഠവും സംഗമിച്ചതുപോലെയുള്ള വിസ്മയകരമായ ഒരു അനുഭവം. പാമ്പിനെ ആഭരണമാക്കിയിട്ടുള്ള പരമശിവനും പാമ്പിനെ മെത്തയാക്കിയിട്ടുള്ള ശ്രീഹരിയും രണ്ടല്ല ഒന്നാണെന്ന തോന്നലാണ് അപ്പോൾ എല്ലാവർക്കും ഉണ്ടായത്. വാദ്യഘോഷങ്ങളും മംഗളഗീതികളും ഒഴുകിക്കൊണ്ടിരുന്നു. തെല്ലിട കഴിഞ്ഞ് എല്ലാം ശാന്തമായി. ശ്രീ പരമേശ്വരൻ കൃഷ്ണനെ യഥാചിതം സ്വീകരിച്ചിരുത്തി. എന്നിട്ട് വിശേഷങ്ങൾ ആരാഞ്ഞു. അങ്ങ് ഇവിടെ വന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. പതിവില്ലാതെ അങ്ങയുടെ ഈ സന്ദർശനത്തിന് പ്രത്യേകം ഉദ്ദേശം എന്തെങ്കിലും ഉണ്ടോ എന്നറിഞ്ഞാൽ നന്നായി. ഭഗവൻ, പ്രത്യേകം ഉദ്ദേശത്തോടെ തന്നെയാണ് ഞാൻ അങ്ങയെ കാണാൻ വന്നിരിക്കുന്നത്. ഞാൻ രുക്മിണിയെ വേലി കഴിച്ച കാര്യം അങ്ങേക്ക് അറിയാവുന്നതാണല്ലോ. ഇനി ഞങ്ങൾക്ക് പുത്രലാഭം വേണം. അത് അങ്ങയുടെ അനുഗ്രഹത്തിന് ശേഷം ആവാമെന്ന് കരുതി. അതിനാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അതിനാൽ ഭവാൻ പുത്രലാഭത്തിനായി അനുഗ്രഹിച്ചാലും. കൃഷ്ണന്റെ അപേക്ഷ കേട്ടിട്ട് പരമേശ്വരൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഭഗവൻ, അങ്ങ് എന്നെ കളിയാക്കുകയാണോ? എല്ലാറ്റിന്റെയും സംരക്ഷകനായ അങ്ങേക്ക് ഒരു പുത്രനുണ്ടാവാൻ എന്തിനാണ് എന്റെ അനുഗ്രഹം? കൃഷ്ണൻ പറഞ്ഞു, ഭഗവൻ, അങ്ങനെ പറയരുത്. ഞാൻ അങ്ങയെ കളിയാക്കാൻ വേണ്ടി ദ്വാരകയിൽ നിന്ന് കൈലാസത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല. ഇക്കാര്യത്തിൽ അങ്ങയുടെ അനുഗ്രഹം വേണമെന്നത് കൊണ്ട് തന്നെയാണ് വന്നത്. അതുണ്ടാവണമെന്നാണ് എന്റെ വീണ്ടുമുള്ള അഭ്യർത്ഥന. കൃഷ്ണന്റെ അഭ്യർത്ഥന മാനിച്ച് പരമേശ്വരൻ പറഞ്ഞു,
എന്റെ അനുഗ്രഹം അത് ആവശ്യപ്പെടുന്നവർക്ക് എല്ലായ്പ്പോഴും ലഭിക്കും. അങ്ങയെയും ഞാൻ അനുഗ്രഹിക്കുന്നു. ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. പണ്ട് എന്റെ കോപാഗ്നിയിൽ വെന്തു വെണ്ണീരായ കാമദേവൻ അങ്ങയുടെ പുത്രനായി ജനിക്കണമെന്നാണ് ഈശ്വരേച്ഛ. ഇപ്പോൾ ശരീരമില്ലാതെ ജീവിക്കുന്ന കാമദേവൻ ഒടുവിൽ ശരീരമുള്ളവനായി കൽപ്പാന്ത കാലത്തോളം ജീവിക്കുമെന്നും അങ്ങേക്ക് അറിയാവുന്നതാണല്ലോ. എല്ലാം മംഗളമായി തീരട്ടെ. കൃഷ്ണനും പരമേശ്വരനും പരസ്പരം വണങ്ങി പിരിഞ്ഞു. കൃഷ്ണൻ ദ്വാരകയിലേക്കുള്ള മടക്കയാത്രയിലാണ്. എന്നാൽ ബദരികാശ്രമത്തിലെ മുനിമാർക്ക് കൃഷ്ണൻ അവർക്കൊപ്പം കുറച്ചുനാൾ താമസിക്കണമെന്ന് വലിയ ആഗ്രഹം. അതിനുവേണ്ടി അവർ കൃഷ്ണനെ നിർബന്ധിച്ചു. കൃഷ്ണനാവട്ടെ അവരുടെ സ്നേഹപൂർണമായ നിർബന്ധത്തിന് വഴങ്ങാതിരിക്കാനായില്ല. കുറച്ചുകാലം അവിടെ താമസിച്ചതിന് ശേഷമാണ് കൃഷ്ണൻ ദ്വാരകയിലേക്ക് മടങ്ങിയത്. രുക്മിണിയാവട്ടെ കൃഷ്ണനെ കാത്തിരിക്കുകയായിരുന്നു. കൃഷ്ണനെ കണ്ടപ്പോഴത്തെ അവളുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ബദരികാശ്രമത്തിലെയും കൈലാസത്തിലെയും വിശേഷങ്ങൾ കൃഷ്ണൻ രുക്മിണിയോട് പറഞ്ഞു. പ്രത്യേകിച്ചും പരമശിവന്റെ അനുഗ്രഹത്തെക്കുറിച്ചും രുക്മിണിക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിനെക്കുറിച്ചും പറഞ്ഞു കേട്ടപ്പോൾ രുക്മിണിയുടെ ഹൃദയം ആഹ്ലാദഭരിതമായി. എങ്കിലും രുക്മിണിക്ക് കാമദേവനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞാൽ കൊള്ളാമെന്നായി. രുക്മിണിയുടെ ആഗ്രഹം മനസ്സിലാക്കിയ കൃഷ്ണൻ കാമദേവനെ കുറിച്ച് വിശദമായി പറഞ്ഞു കൊടുത്തു. ബ്രഹ്മാവ് സൃഷ്ടി തുടങ്ങിയ കാലം ആദ്യമായി ദക്ഷൻ, മരീചി, അത്രി തുടങ്ങിയ പ്രജാപതികളെയാണ് അദ്ദേഹം സൃഷ്ടിച്ചത്. ഇങ്ങനെ 10 പ്രജാപതികളെ സൃഷ്ടിച്ച ശേഷം 11ാമത് അതിസുന്ദരിയായ ഒരു സ്ത്രീ രൂപത്തെയാണ് ബ്രഹ്മാവ് സൃഷ്ടിച്ചത്. മോഹിനി രൂപിണിയായ അവളെ കണ്ട് എല്ലാവരും വിസ്മയിച്ചു പോയി. എന്തൊരു സൗന്ദര്യം! ബ്രഹ്മാവിന് പോലും ആ സ്ത്രീയുടെ സൗന്ദര്യത്തിൽ അത്ഭുതമാണ് ഉണ്ടായത്. ആ സ്ത്രീ സന്ധ്യ എന്ന പേരിൽ അറിയപ്പെട്ടു. ബ്രഹ്മാവ് വീണ്ടും സൃഷ്ടി തുടർന്നു. ഇക്കുറി ബ്രഹ്മാവ് തന്റെ മനസ്സിൽ നിന്നാണ് സൃഷ്ടി നടത്തിയത്. അതികോമളനായ ഒരു യുവാവിനെയാണ് ബ്രഹ്മാവ് സൃഷ്ടിച്ചത്. ആ യുവ കോമളന്റെ കയ്യിലാകട്ടെ ജനിച്ചപ്പോൾ തന്നെ കരിമ്പ് വില്ലും പൂവമ്പുകളും ഉണ്ടായിരുന്നു. ജനിച്ച ഉടനെ ആ യുവാവ് ബ്രഹ്മാവിനോട് ചോദിച്ചു, അല്ലയോ ബ്രഹ്മദേവ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് വിധിക്കപ്പെട്ട ജോലി എന്താണെന്ന് അറിയാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അതുപോലെ എന്റെ പേരെന്താണെന്നും അറിഞ്ഞാൽ നന്നായി. യുവാവിന്റെ ചോദ്യം കേട്ട ബ്രഹ്മാവ് ചെറുതായൊന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ മന്മഥൻ എന്ന പേരിൽ അറിയപ്പെടും. കാമദേവൻ എന്ന പേരും നിനക്ക് അനുയോജ്യം തന്നെ. നിന്റെ പ്രധാന ജോലി ജന്തുജാലങ്ങളുടെ വംശത്തെ വർദ്ധിപ്പിക്കുകയാണ്. ജന്തുജാലം എന്ന് പറഞ്ഞാൽ ദൈവങ്ങളും മനുഷ്യരുമൊക്കെ ഉൾപ്പെടും. നീ അവരിലേക്ക് പൂവമ്പുകൾ പ്രയോഗിക്കുക. അതിന്റെ ശക്തിയാൽ അവരുടെ മനസ്സ് കാമം കൊണ്ട് ഇളക്കും. അവർ അവരുടെ ഇണകളെ കണ്ടെത്തി വംശവർധന നടത്തുകയും ചെയ്യും. എന്താ, ഈ ജോലി ഏറ്റെടുത്തുകൂടെ? കാമദേവൻ സമ്മതിച്ചു. ബ്രഹ്മാവിനെ തൊഴുതു പിൻവാങ്ങി. ഏറെ താമസിച്ചില്ല, കാമദേവൻ തന്റെ ജോലി ആരംഭിച്ചു. ആദ്യമായി ദക്ഷന്റെ നേർക്ക് കാമദേവൻ പൂവമ്പ് പ്രയോഗിച്ചു. ദക്ഷന്റെ മനസ്സാകെ ഇളകി. കാമവികാരം കൊണ്ട് ദക്ഷൻ വീർപ്പുമുട്ടി. മനസ്സും ശരീരവുമാകെ വിറയാർന്നു. വീർപ്പു തുള്ളികൾ കിനിഞ്ഞു. എന്താണ് ഇതിനൊക്കെ കാരണം? ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പോഴാണ് സന്ധ്യ ആ വഴി വന്നത്. സന്ധ്യയെ കണ്ടതും ദക്ഷന്റെ സമനില തെറ്റി. വല്ലാതെ ആവേശത്തിൽ ദക്ഷൻ സന്ധ്യയെ കടന്നു പിടിച്ച് കെട്ടിപ്പുണർന്നു. സന്ധ്യ ആവട്ടെ എതിരൊന്നും പറയാതെ ദക്ഷന്റെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങി. തുടർന്ന് അവൾക്ക് ഒരു പെൺകുട്ടി ഉണ്ടായി. ബ്രഹ്മാവ് അവൾക്ക് രതി എന്ന് പേരിട്ടു. എന്നിട്ട് കാമദേവന് കൊടുത്തു. പിന്നീട് രതി കാമദേവന്റെ ഭാര്യയായി കാലം കഴിച്ചു. അക്കാലത്ത് ഇന്ദ്രലോകത്ത് വലിയ പ്രശ്നങ്ങളായിരുന്നു. ഇന്ദ്രന് ഇന്ദ്രലോകം നഷ്ടപ്പെട്ടെന്ന് മാത്രമല്ല, ഒളിച്ചോടേണ്ടതായും വന്നു. ഇന്ദ്രനോടൊപ്പം മറ്റു ദേവന്മാരും ദേവലോകത്ത് നിന്ന് ഒളിച്ചോടിയിരുന്നു. അതിനിഷ്ഠുരനും ഭയങ്കരനുമായ താരകാസുരനായിരുന്നു ഇതിനൊക്കെ കാരണക്കാരൻ. ലോകം മുഴുവൻ വിറപ്പിച്ച് ഇന്ദ്രലോകവും കീഴടക്കി ദേവന്മാരെയും തല്ലിയോടിച്ച് കഴിയുകയായിരുന്നു താരകാസുരൻ. അവനെ കൊല്ലാൻ പെട്ടെന്ന് ആർക്കും സാധിക്കുകയില്ല. പരമശിവന്റെ മകനെ മാത്രമേ തന്നെ വധിക്കാനുള്ള ശക്തി ഉണ്ടാകാവൂ എന്ന ഒരു വരവും താരകാസുരൻ നേടിയിരുന്നു. പരമശിവനാകട്ടെ അതിഘോരമായ തപസ്സിലാണ് താനും. പിന്നെ ആരെ ഭയക്കണം? താരകാസുരൻ ഈ സന്ദർഭം പരമാവധി ഉപയോഗപ്പെടുത്തുക തന്നെ ചെയ്തു. ഇങ്ങനെ തപസ് നീണ്ടുപോയാൽ എന്തു ചെയ്യും? ദേവന്മാർ ഇന്ദ്രന്റെ നേതൃത്വത്തിൽ കൂടിയാലോചന നടത്തി. താരകാസുരനെ വധിച്ച് ദേവലോകം പിടിച്ചെടുക്കണം. അതിനെന്താണ് വഴി? അവർ ആലോചിച്ചു. ശിവന് ഒരു മകനുണ്ടാകാതെ താരകാസുരനെ വധിക്കാനാവില്ല. കാരണം തന്റെ മരണം പരമശിവന്റെ മകനിൽ നിന്നേ ആകാവൂ എന്ന വരം നേടിയിട്ടുള്ളവനാണല്ലോ ഈ താരകാസുരൻ. അപ്പോൾ ഒരു മാർഗമേ ഉള്ളൂ, ശിവനെ കൊണ്ട് വിവാഹം ചെയ്യിക്കുക. എന്നിട്ട് ശിവനുണ്ടാകുന്ന കുട്ടിയെ കൊണ്ട് താരകാസുരന്റെ കഥ കഴിക്കുക. പക്ഷേ അതികഠിനമായ തപസ്സിലാണ്ടിരിക്കുന്ന പരമശിവനെ കൊണ്ട് വിവാഹം ചെയ്യിക്കുന്നത് എങ്ങനെ? പരമശിവന്റെ മനസ്സിൽ കാമത്തിന്റെ വിത്ത് വിതയ്ക്കുന്നത് എങ്ങനെ? ദേവന്മാർ തലപുകഞ്ഞ് ആലോചിച്ചു. ഒടുവിൽ ഇന്ദ്രൻ അഭിപ്രായപ്പെട്ടു, കാമദേവൻ വിചാരിച്ചാൽ കാര്യം നടക്കും. തപസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന ശിവന്റെ നേർക്ക് പൂവമ്പെയ്ത് തപസ്സിൽ നിന്നുണർത്തുക. എന്നിട്ട് ശിവന്റെ മനസ്സിനെ പാർവതിയുമായി ബന്ധിപ്പിക്കുക.
അവർ തമ്മിൽ വിവാഹം നടക്കുകയും അവർക്ക് ഒരു ആൺകുഞ്ഞ് ജനിക്കുകയും ചെയ്താൽ അവനിലൂടെ താരകാസുരന്റെ കഥ കഴിച്ച് നമുക്ക് ദേവലോകം തിരിച്ചുപിടിക്കാം. മാത്രമല്ല, ദക്ഷയാഗത്തിൽ പങ്കെടുത്ത സതീദേവി ദക്ഷന്റെ അവഹേളനം സഹിക്കവയ്യാതെ ആത്മാഹുതി ചെയ്യുകയും ഹിമവാന്റെ മകളായി പുനർജനിച്ചിരിക്കുകയുമാണ്. പാർവതി എന്ന ആ പെൺകുട്ടി ശിവനെ ഭർത്താവായി കിട്ടാൻ തപസ് ചെയ്യുന്നുമുണ്ട്. അതിനാൽ കാമദേവൻ വിചാരിച്ചാൽ കാര്യം നടക്കും. ഇന്ദ്രന്റെ അഭിപ്രായം മറ്റു ദേവന്മാരും അംഗീകരിച്ചു. കാമദേവൻ അവരുടെ അഭിപ്രായം മാനിച്ച് ശിവന് നേരെ പൂവമ്പ് പ്രയോഗിക്കാനായി തയ്യാറായി. കണ്ണടച്ച് ഒറ്റക്കാലിൽ കഠിന തപസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന പരമശിവന് നേരെ കാമദേവൻ ഒളിഞ്ഞു നിന്ന് പൂവമ്പ് ചെയ്തു. ശിവന്റെ മനസ്സ് വല്ലാതെ ഇളകി മറിഞ്ഞു. ശിവൻ കണ്ണുകൾ തുറന്നു. തപസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാവുന്നില്ല. വികാരം കൊണ്ട് ശിവൻ വീർപ്പുമുട്ടി. ശിവന് കാര്യം മനസ്സിലായി. കാമദേവന്റെ കളിയാണിത്. അവന്റെ പൂവമ്പാണ് തന്നെ തപസ്സിൽ നിന്ന് ഉണർത്തിയത്. പൂത്തുലഞ്ഞ ചെടികൾക്ക് പിന്നിൽ ഒളിച്ചിരിക്കുന്ന കാമദേവനെ കണ്ടതോടെ ശിവന്റെ കോപം ആളിക്കത്തി. കോപം അനിയന്ത്രിതമായി. അതോടെ ശിവന്റെ മൂന്നാം കണ്ണ് തുറന്നു. മൂന്നാം കണ്ണിൽ നിന്ന് തീ ചിതറി. അതിൽപ്പെട്ട് കാമദേവൻ ചാമ്പലായി. വിവരമറിഞ്ഞ് രതീദേവി കരഞ്ഞു വിളിച്ചു ഓടിയെത്തി. അവൾ ശിവന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. കാമദേവനെ ജീവനോടെ തിരിച്ചു നൽകാൻ ശിവനോട് അപേക്ഷിച്ചു. പരമശിവൻ പറഞ്ഞു, നിന്റെ ഭർത്താവായ കാമദേവന് ജീവൻ നഷ്ടമായിട്ടില്ല, രൂപം മാത്രമേ ഇല്ലാതായിട്ടുള്ളൂ. തൽക്കാലം അവൻ ശരീരമില്ലാത്തവനായി ജീവിക്കും. ലോക നന്മയ്ക്കും അതാണ് നല്ലത്. ഒടുവിൽ അവൻ കൃഷ്ണന്റെ മകനായി ജനിക്കും. അപ്പോൾ കാമദേവന് നിനക്ക് ഭർത്താവായി ലഭിക്കുകയും ചെയ്യും. ശിവൻ രതിക്ക് വരം നൽകി. കൃഷ്ണൻ കാമദേവന്റെ കഥ പറഞ്ഞു നിർത്തി. രുക്മിണി ദേവി തനിക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിന്റെ പൂർവ്വകഥ അതിശയത്തോടെ കേട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കൃഷ്ണൻ രുക്മിണിയെയും കൂട്ടി കിടപ്പറയിലേക്ക് നീങ്ങി. ഭർത്താവിനെ തിരികെ കിട്ടുമെന്ന് വരം ലഭിച്ചെങ്കിലും ഭർതൃയോഗം രതിദേവിയെ അതീവ ദുഃഖിതയാക്കി. അങ്ങനെയിരിക്കെ ഒരു നാൾ രതിദേവി നാരദമുനിയെ കാണാൻ ഇടയായപ്പോൾ തന്റെ സങ്കടം അദ്ദേഹത്തെ അറിയിച്ചു. അത് കേട്ട് നാരദമുനി പറഞ്ഞു, കുട്ടി, നീ വിഷമിക്കേണ്ടതില്ല. നീ ഒരു കാര്യം ചെയ്യുക. ശംബരാസുരന്റെ കൊട്ടാരത്തിൽ പോയി പാർക്കുക. അവിടെ വെച്ച് നിനക്ക് നിന്റെ ഭർത്താവായ കാമദേവനെ തിരിച്ചു കിട്ടും. പക്ഷെ നീ ആരാണെന്ന് അവിടെയുള്ളവർ അറിയരുത്. അതിനുവേണ്ടി പേരും വേഷവും മാറി കൊട്ടാരത്തിലെത്തിയാൽ മതി. നാരദമുനിയുടെ നിർദ്ദേശം അനുസരിച്ച് രതിദേവി ഒരു പാചകക്കാരുടെ വേഷത്തിൽ ശംബരാസുരന്റെ കൊട്ടാരത്തിലെത്തി. അവിടെ മായാവതി എന്ന പേരിൽ രതിദേവി പാചകക്കാരിയായി ജോലി നോക്കി തുടങ്ങി. ആർക്കും രതിദേവിയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. കാമദേവൻ പരമശിവന്റെ കോപാഗ്നിക്ക് ഇരയായി എന്ന് കേട്ടതോടെ ശംബരാസുരൻ ബ്രഹ്മാവിനെ തപസ്സു ചെയ്ത് ഒരു വരം സ്വന്തമാക്കിയിരുന്നു. കാമദേവനല്ലാതെ മറ്റാർക്കും തന്നെ കൊല്ലാൻ കഴിയരുത് എന്നായിരുന്നു ശംബരാസുരൻ ബ്രഹ്മാവിനോട് ആവശ്യപ്പെട്ടത്. ബ്രഹ്മാവാകട്ടെ അത് അനുവദിക്കുകയും ചെയ്തു. വരം ലഭിച്ചതോടെ ശംബരാസുരന്റെ അഹന്ത വർദ്ധിച്ചു. കാമദേവനല്ലാതെ മറ്റാർക്കും തന്നെ കൊല്ലാനാവില്ല എന്ന ധൈര്യത്തിൽ ശംബരാസുരൻ ദേവന്മാരോടും മറ്റും പല പ്രാവശ്യം ഏറ്റുമുട്ടി. ദേവന്മാർക്ക് പോലും ശംബരനെ ഭയമായി. ശംബരനാവട്ടെ ആരെയും കൂസാതെ വീരപരാക്രമിയായി കഴിഞ്ഞു പോന്നു. അങ്ങനെയിരിക്കെ ഒരു നാൾ നാരദമുനി ശംബരാസുരന്റെ കൊട്ടാരത്തിലെത്തി. ശംബരാസുരൻ നാരദമുനിയെ യഥോചിതം പൂജിച്ചിരുത്തി. കുശല പ്രശ്നങ്ങൾക്കിടെ നാരദമുനി പറഞ്ഞു, മഹാരാജാവിന്റെ ശത്രു ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടല്ലോ. 4-5 ദിവസമേ ആയിട്ടുള്ളൂ ജനിച്ചിട്ട്. ദ്വാരകയിലെ കൃഷ്ണന്റെ പുത്രനായിട്ടാണ് അവന്റെ ജനനം. എന്തായാലും അങ്ങ് സൂക്ഷിച്ചാൽ നന്ന്. നാരദൻ ഇത്രയും പറഞ്ഞ് അവിടെ നിന്ന് യാത്രയായി. അന്ന് രാത്രി ശംബരന് ഉറങ്ങാനായില്ല. തന്റെ ശത്രു കാമദേവൻ ശ്രീകൃഷ്ണന്റെ മകനായി പിറന്നിരിക്കുന്നുവെന്നോ. ശത്രുവിനെ മുളയിലേ നുള്ളിക്കളയണം, അല്ലാതെ വളരാൻ അനുവദിച്ചാൽ ആപത്താകും. ശംബരൻ കൃഷ്ണപുത്രനെ കൊല്ലാൻ തീരുമാനിച്ചു. ആ രാത്രിയിൽ തന്നെ ശംബരൻ തന്റെ വായുവേഗത്തിലുള്ള രഥത്തിലേറി ദ്വാരകയിലെത്തി. ശംബരൻ ഒറ്റയ്ക്കാണ് ദ്വാരകയിലെത്തിയത്. തേരാളിയെ പോലും കൂട്ടിയില്ല. ശംബരൻ ദ്വാരകയെക്കുറിച്ച് കേട്ടിട്ടുള്ളതല്ലാതെ കണ്ടിട്ടില്ലായിരുന്നു. ദ്വാരകയുടെ വിസ്മയിപ്പിക്കുന്ന പ്രൗഢി കണ്ട് ശംബരൻ അമ്പരന്നു. രാത്രിയിൽ പോലും പ്രകാശം ചൊരിഞ്ഞു നിൽക്കുന്ന സ്വർലോകം പോലെ ശോഭിക്കുന്ന ദ്വാരക. ശംബരൻ വളരെ രഹസ്യമായി രുക്മിണിയുടെ കിടപ്പറയിലെത്തി. ദ്വാരക മുഴുവൻ നല്ല ഉറക്കത്തിലാണ്. രുക്മിണിയും കടുത്ത നിദ്രയിൽ തന്നെ. തൊട്ടടുത്ത് കുഞ്ഞ് ഉറങ്ങിക്കിടക്കുന്നു. തന്റെ കൊലയാളിയായ കൊച്ചുകുട്ടി തന്റെ കൈക്കുള്ളിലാകാൻ നിമിഷ നേരം മതി. ശംബരൻ ആഹ്ലാദിച്ചു. എങ്കിലും കുഞ്ഞിനെ എടുക്കാൻ കൈകൾ നീട്ടുമ്പോൾ ശംബരന്റെ കൈ വിറച്ചിരുന്നു. ശംബരൻ കുഞ്ഞിന്റെ മേൽ തൊട്ടതേയുള്ളൂ. കുഞ്ഞ് ഒന്ന് മുരണ്ട് നിലവിളിക്കാൻ തുടങ്ങി. അതിനിടെ ശംബരൻ കുഞ്ഞിനെ വാരിയെടുത്ത് ബലമായി വായ അടച്ചു പിടിച്ച് പുറത്തു വന്നു. ഭാഗ്യം, ആരും അറിഞ്ഞിട്ടില്ല. കുഞ്ഞ് കണ്ണു തുറന്ന് അസ്വസ്ഥതയോടെ ശംബരനെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഒട്ടും വൈകിയില്ല. രഥത്തിലേറി വായു വേഗത്തിൽ പാഞ്ഞു. എങ്ങും ഇരുട്ട്. ശംബരന്റെ രഥം ആർത്തിരുമ്പുന്ന കടലിന്റെ തീരത്തെത്തി നിന്നു. ശംബരൻ കുട്ടിയെയും എടുത്ത് പതുക്കെ രഥത്തിൽ നിന്ന് ഇറങ്ങി. കുട്ടി ശംബരന്റെ മുഖത്ത് ആ ഇരുട്ടിലും നിഷ്കളങ്കമായി നോക്കുന്നുണ്ടായിരുന്നു.
കുട്ടിക്ക് ചുറ്റും ഒരു പ്രകാശവലയം രൂപപ്പെട്ടിരുന്നു. ആ പ്രകാശത്തിൽ തന്നെ നോക്കിച്ചിരിക്കുന്ന കുട്ടിയെ ശമ്പരൻ കണ്ടു. പക്ഷേ ശമ്പരന് കുട്ടിയോട് ദയയോ അലിവോ അല്ല തോന്നിയത്. മനസ്സിൽ വല്ലാതൊരു ഭീതിയാണ് അയാൾക്ക് അനുഭവപ്പെട്ടത്. ശമ്പരൻ കുട്ടിയെ കാലുകളിൽ പിടിച്ച് തന്റെ ശക്തി മുഴുവനും സംഭരിച്ച് കടലിലേക്ക് ആഞ്ഞെറിഞ്ഞു. എന്നിട്ട് ശമ്പരൻ വളരെ കൃതാർത്ഥതയോടെ അവിടെ നിന്ന് സ്വന്തം രാജധാനിയിലെത്തി. തന്റെ അന്തകനെ വകവരുത്തിയ സന്തോഷത്തിൽ ശമ്പരൻ നാളുകൾ നീക്കി. അടുത്ത ദിവസം രുക്മിണി ഉണർന്നപ്പോൾ കുഞ്ഞിനെ കാണാനില്ല. രുക്മിണി വല്ലാതെ പരിഭ്രമിച്ചു. അവൾ ഉറക്കെ നിലവിളിച്ചു. കൊട്ടാരത്തിൽ ആകെ ബഹളമായി. കൃഷ്ണന്റെ ഓമനപുത്രനെ കാണാനില്ലെന്ന വാർത്ത കാട്ടുതീ പോലെ പരന്നു. കേട്ടവർ കൊട്ടാരത്തിലേക്ക് ഓടി. രുക്മിണി സമനില തെറ്റിയ പോലെ പിച്ചും പേയും പറഞ്ഞ് കരയുകയാണ്. കൃഷ്ണനാകട്ടെ എല്ലാം അറിയാമായിരുന്നു. എങ്കിലും മനുഷ്യജന്മം എടുത്തിരിക്കുന്ന കൃഷ്ണന് ചിലതൊക്കെ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു പിടിക്കേണ്ടതുണ്ടല്ലോ. അതിനാൽ കുഞ്ഞിനെ മോഷ്ടിച്ചത് ആരാണെന്നോ എന്തിനാണെന്നോ ഒന്നും കൃഷ്ണൻ രുക്മിണിയോട് പറഞ്ഞില്ല. രുക്മിണിയെ ഓരോന്ന് പറഞ്ഞ് കൃഷ്ണൻ സമാധാനിപ്പിച്ചു. പക്ഷേ രുക്മിണിക്ക് ദുഃഖം അടക്കാനായില്ല. ആറ്റുനോറ്റ് കിട്ടിയ കുട്ടി നഷ്ടപ്പെട്ടത് ഓർക്കുമ്പോൾ ഇനി ജീവിക്കേണ്ടതില്ലെന്ന് പോലും രുക്മിണിക്ക് തോന്നി. രുക്മിണിയുടെ ഹൃദയവേദന മനസ്സിലാക്കിയ കൃഷ്ണൻ അവളെ സാന്ത്വനപ്പെടുത്തി. കുഞ്ഞിനെ എന്നെങ്കിലും തിരിച്ചു കിട്ടും എന്ന കൃഷ്ണന്റെ വാക്കുകൾ വിഫലമാകില്ലെന്ന വിശ്വാസത്തോടെ രുക്മിണി സ്വയം ആശ്വസിക്കാൻ ശ്രമിച്ചു. കടലിൽ എറിയപ്പെട്ട കുഞ്ഞിനെ ഒരു വലിയ മത്സ്യം വിഴുങ്ങി. ആ മത്സ്യമാകട്ടെ ഒരു മുക്കുവന്റെ വലയിൽ കുടുങ്ങുകയും ചെയ്തു. മുക്കുവർ വളരെ ബന്ധപ്പെട്ട് ആ വല വലിച്ചു കയറ്റി. അവർക്ക് വലിയ സന്തോഷമായി. നല്ല കൊയ്ത്ത്. മറ്റു മത്സ്യങ്ങളോടൊപ്പം ഒരു വലിയ മത്സ്യവും. ഈ അടുത്ത കാലത്തൊന്നും ഇത്ര വലിയൊരു മത്സ്യത്തെ അവർക്ക് കാണാനായിട്ടില്ല. അതുകൊണ്ട് ആ മത്സ്യത്തെ രാജാവായ ശമ്പരാസുരന് തിരുമുൽ കാഴ്ച നൽകാനായി അവർ തീരുമാനിച്ചു. വലിയൊരു വണ്ടിയിൽ ആ മീനിനെയും കയറ്റി അവർ കൊട്ടാരത്തിലെത്തി. ശമ്പര രാജാവിന്റെ മുന്നിൽ അവർ തങ്ങളുടെ അപൂർവമായ കാഴ്ചദ്രവ്യം സമർപ്പിച്ചു. ഇതിനു മുൻപ് ശമ്പരനും ഇത്ര വലിയൊരു മത്സ്യത്തെ കണ്ടിട്ടില്ല. അസുരന് വലിയ സന്തോഷമായി. അയാൾ മുക്കുവർക്ക് പാരിതോഷികങ്ങൾ നൽകി തിരിച്ചയച്ചു. അസുരനാകട്ടെ പ്രത്യേക രീതിയിൽ മീൻ പാകം ചെയ്യാനുള്ള നിർദ്ദേശം നൽകി നായാട്ടിന് തിരിച്ചു. മായാവതിയായിരുന്നു മത്സ്യം പാകം ചെയ്യേണ്ടിയിരുന്നത്. അവൾ മീനിന്റെ വയറു കീറി കുടലും മറ്റും പുറത്തേക്കെടുത്തു. അപ്പോഴാണ് അവിശ്വസനീയമായ ആ ദൃശ്യം അവൾ കണ്ടത്. മീനിന്റെ വയറ്റിനുള്ളിൽ ചന്തമുള്ള ഒരു കുട്ടി, അതും ജീവനോടെ. മായാവതി ആ കുഞ്ഞിനെ രഹസ്യമായി തന്റെ കിടപ്പറയിൽ കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി. ആ കുഞ്ഞിനെ കിട്ടിയതോടെ മായാവതിക്ക് എന്തെന്നില്ലാതെ സന്തോഷമായി. അവൾ ആ കുട്ടിയെ ആരും കാണാതെ വളർത്തി. മായാവതിയുടെ മായാവിദ്യ കൊണ്ട് കുട്ടിയെ ആരും ശ്രദ്ധിച്ചിരുന്നേയില്ല. കുട്ടി വലുതായിക്കൊണ്ടിരുന്നു. കുട്ടി വലുതാകും തോറും മായാവതിക്ക് ആശ്ചര്യമായി. കുട്ടിക്ക് തന്റെ ഭർത്താവായിരുന്ന കാമദേവന്റെ തനിച്ചായ. കാലം കടന്നുപോയി. ആ കുഞ്ഞ് യുവാവായി മാറി. അവന് യഥാസമയം വിദ്യാഭ്യാസം നൽകി അസുരന്മാരുടെ മായാവിദ്യകളും അസ്ത്രവിദ്യയും ഒക്കെ പഠിച്ചു. അങ്ങനെയിരിക്കെ ഒരു നാൾ മായാവതിയോട് അവൻ ചോദിച്ചു, അമ്മ ഒരു അമ്മയെ പോലെ അല്ലല്ലോ എന്നോട് പെരുമാറുന്നത്. ഒരു മകനെ പോലെ അല്ലല്ലോ അമ്മ എന്നെ കാണുന്നത്. അതെന്താ? ഇതിൽ എന്തെങ്കിലും രഹസ്യമുണ്ടോ? മകന്റെ ചോദ്യം കേട്ട് മായാവതി വിഷണ്ണയായി. എങ്കിലും അവൾ വസ്തുതകൾ വെളിപ്പെടുത്തി. അങ്ങേക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയതിൽ അതിശയമില്ല. അങ്ങ് എന്റെ ഭർത്താവായ കാമദേവനാണ്. പണ്ട് പരമശിവനാൽ ഭസ്മമാക്കപ്പെട്ട കാമദേവനാണ് അങ്ങ്. ഞാനാകട്ടെ അങ്ങയുടെ ഭാര്യയായ രതിദേവിയാണ്. അങ്ങ് ഇപ്പോൾ കൃഷ്ണന്റെ പുത്രനായി ജനിച്ചിരിക്കുകയാണ്. അതും പരമശിവന്റെ അനുഗ്രഹത്തോടെ. ദേവന്മാരുടെ ശത്രുവായ ശമ്പരാസുരനെ വധിക്കുകയാണ് അങ്ങയുടെ ജന്മോദ്ദേശം. രുക്മിണി ദേവിയാണ് അങ്ങയുടെ അമ്മ. നാരദമുനിയിൽ നിന്ന് കിട്ടിയ ഈ വിവരങ്ങൾ ഒരിക്കലും തെറ്റാനിടയില്ലെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. മായാവതിയുടെ വാക്കുകൾ കേട്ട് കാമദേവൻ തെല്ലൊന്ന് അമ്പരന്നു. എങ്കിലും തന്റെ ജന്മലക്ഷ്യം നേടാനായി അമ്പും വില്ലും എടുത്ത് ശമ്പരാസുരന്റെ അന്തപുരത്തിലേക്ക് കുതിച്ചു. കാമദേവൻ ഇക്കുറി പൂവമ്പല്ല പ്രയോഗിച്ചത്. കാമദേവൻ വില്ലുകുലച്ചപ്പോൾ അതിഭയങ്കരമായ ശബ്ദമുണ്ടായി. ആ ശബ്ദം കേട്ട് ശമ്പരൻ ഞെട്ടിവിറച്ചു. ഭടന്മാർ ശമ്പരന് വിവരം ഉണർത്തിച്ചു. കാമദേവനെ വധിക്കാൻ ശമ്പരൻ കൽപ്പന നൽകി. കാമദേവനെ വധിക്കാനായി പുറപ്പെട്ട ഭടന്മാരുടെ തലകൾ നിലത്തുരുണ്ടു. ഒടുവിൽ ശമ്പര സൈന്യം ഒന്നടങ്കം കാമദേവനെ നേരിട്ടു. അസുരപ്പടയുടെ ചതിയും മായാവിദ്യകളും കാലേക്കൂട്ടി അറിയാമായിരുന്ന കാമദേവന് അവരെ തുരത്താൻ തീരെ പാടുപെടേണ്ടി വന്നില്ല. ശമ്പരപ്പട ആയിരക്കണക്കിന് ചത്തൊടുങ്ങി. എന്നിട്ടും ശമ്പരൻ പുറത്തിറങ്ങിയില്ല. ശമ്പരന് കാമദേവനെ എതിരിടാതിരിക്കാനാവില്ല എന്ന ഘട്ടത്തിലെത്തി. ശമ്പരൻ രംഗത്തെത്തി കാമദേവനുമായി അതിഘോരമായ യുദ്ധത്തിൽ ഏർപ്പെട്ടു. ഒടുവിൽ കാമദേവന്റെ ശരമേറ്റ് ശമ്പരന്റെ തലയും അറ്റുതെറിച്ചു. ശമ്പരൻ കൊല്ലപ്പെട്ടതറിഞ്ഞ് ദേവന്മാർ വളരെ സന്തോഷിച്ചു. സന്തോഷ സൂചകമായി വാദ്യഘോഷങ്ങൾ മുഴക്കി. കാമദേവന്റെ മേൽ പുഷ്പവൃഷ്ടി നടത്തി. ശമ്പരന്റെ വധത്തെ തുടർന്ന് മായാവതി അവിടം വിട്ടു. മായാവതി കാമദേവനെയും കൂട്ടി ദ്വാരകയിലേക്ക് പോയി.
സുന്ദരനായ കാമദേവനെയും സുന്ദരിയായ രതിദേവിയെയും കണ്ട് ദ്വാരകാവാസികൾ ആശ്ചര്യപ്പെട്ടു. കാമദേവനെ പോലെ ഭംഗിയുള്ള ഈ ചെറുപ്പക്കാരൻ ആരാവും? രതിദേവിയെ പോലെ സൗന്ദര്യമുള്ള ഈ യുവതിയോ? കാമദേവനും രതിദേവിയും രുക്മിണിയുടെ അന്തഃപുരത്തിലേക്ക് ചെന്നു. അന്തഃപുരത്തിലെത്തിയപ്പോൾ അവിടെ നാരദമുനിയും ഉണ്ടായിരുന്നു. രതിദേവിയും കാമദേവനും നാരദമുനിയെയും രുക്മിണി ദേവിയെയും വണങ്ങി വിനയത്തോടെ നിന്നു. രുക്മിണി ദേവി അവരുടെ സൗന്ദര്യം കണ്ട് ആശ്ചര്യത്തോടെ കണ്ണുമിഴിച്ചു. നാരദമുനിക്ക് എല്ലാം മനസ്സിലായി. നാരദമുനി രതിദേവിയെയും കാമദേവനെയും രുക്മിണിക്ക് പരിചയപ്പെടുത്തി. കാമദേവന്റെ സകല ചരിത്രവും നാരദമുനി രുക്മിണിയോട് പറഞ്ഞു. രുക്മിണി ദേവിക്ക് എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നി. നാരദമുനിയുടെ വാക്കുകൾ ശരിയാണെങ്കിൽ ഈ മുന്നിൽ നിൽക്കുന്നത് തന്റെ മകനാണ്. വർഷങ്ങൾക്ക് മുൻപ് നഷ്ടപ്പെട്ടു പോയ മകൻ. നാരദമുനിയുടെ വാക്കുകൾ ഒരിക്കലും അവിശ്വസിക്കാൻ വയ്യ. സത്യത്തിന്റെ സന്ദേശവാഹകനാണല്ലോ അദ്ദേഹം. രുക്മിണിയുടെ മനസ്സ് സന്തോഷം കൊണ്ട് വിങ്ങി. കണ്ണുകളിൽ നിന്ന് ആനന്ദാശ്രുക്കൾ ഒഴുകി. രുക്മിണി ദേവി തന്റെ മകന്റെ മുഖത്ത് നിർനിമേഷയായി നോക്കി നിന്നു. ചിരിവിടർന്ന ചുണ്ടുകൾ വിതുമ്പി. മോനെ, എന്റെ പൊന്നു മോനെ എന്ന് വിളിച്ചുകൊണ്ട് രുക്മിണി മകനെ കെട്ടിപ്പിടിച്ച് എങ്ങലടിച്ചു കരഞ്ഞു. സന്തോഷം സഹിക്കവയ്യാതെയുള്ള സങ്കടം. മായാദേവി എല്ലാം കണ്ടു നിൽക്കുകയായിരുന്നു. അതുപോലെ കൃഷ്ണനും. ദ്വാരകയിലാകെ ഒരു ഉത്സവത്തിന് സന്തോഷം. നഷ്ടപ്പെട്ട മകനെ തിരിച്ചു കിട്ടി തടഞ്ഞ് ദ്വാരകാപുരിയിലെ ജനങ്ങൾ വീതിയിൽ നൃത്തം ചവിട്ടി. മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു. ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നടത്തി. ദ്വാരകയിൽ നിന്ന് നാരദമുനി പുറപ്പെടുകയായി. അപ്പോഴാണ് തിരിച്ചു കിട്ടിയ മകന് പേരിടൽ കർമ്മം നടത്തണമെന്ന് നിർദ്ദേശമുണ്ടായത്. വേഗം അതിനു വേണ്ട ഒരുക്കങ്ങൾ നടത്തി. നാരദമുനിയുടെ നിർദ്ദേശമനുസരിച്ച് മകന് പ്രത്യുപ്നൻ എന്ന് പേരിട്ടു. തുടർന്ന് പ്രത്യുപ്നനും മായാവതിയും തമ്മിലുള്ള ഔപചാരിക വിവാഹവും നടന്നു. നാരദമുനിയും കൃഷ്ണനും രുക്മിണിയും മറ്റു ഗുരുജനങ്ങളും അവരെ അനുഗ്രഹിച്ചു. അവർ സന്തോഷത്തോടെ ദ്വാരകയിൽ കഴിഞ്ഞു പോന്നു. ഇനി കൃഷ്ണന് സെമന്തകമണി കിട്ടിയത് എങ്ങനെയെന്ന് നോക്കാം. സൂര്യഭഗവാന്റെ വലിയൊരു ഭക്തനായിരുന്നു. യാദവ പ്രമുഖരിൽ ഒരാളായിരുന്ന സത്രാജിത്ത്. തന്റെ സൂര്യഭക്തി കൊണ്ട് സൂര്യഭഗവാന്റെ സൗഹൃദം നേടിയ സത്രാജിത്ത് വലിയ ധനമോഹിയായിരുന്നു. സൂര്യദേവനും സത്രാജിത്തിന്റെ സ്വഭാവം നല്ലവണ്ണം അറിയാമായിരുന്നു. ഒരു നാൾ സൂര്യഭഗവാൻ സത്രാജിത്തിനോട് പറഞ്ഞു, പ്രിയ സ്നേഹിത, അങ്ങേക്ക് ഞാനൊരു പാരിതോഷികം നൽകാൻ ആഗ്രഹിക്കുന്നു. സ്വർണച്ചങ്ങലയോട് കൂടിയ സെമന്തകം എന്ന രത്നമാണ് സമ്മാനം. അത് അങ്ങേക്ക് ധാരാളം ധനം നൽകും. രത്നം ഭദ്രമായി സൂക്ഷിച്ച് അങ്ങ് വലിയ ധനികനാവുക. ഞാൻ അങ്ങേക്ക് എല്ലാ മംഗളങ്ങളും നേരുന്നു. സത്രാജിത്ത് തൊഴിൽ കൈയോടെ രത്നം സ്വീകരിച്ചു. ഉള്ളം കൈയിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് പോലെ സെമന്തകമണി വെട്ടിത്തിളങ്ങി. സത്രാജിത്തിന്റെ കണ്ണഞ്ചിപ്പോയി. അനൽപമായ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും സത്രാജിത്ത് സെമന്തകമണി കഴുത്തിലണിഞ്ഞ് വീട്ടിലേക്ക് യാത്രയായി. സെമന്തകമണിയുമണിഞ്ഞ് സത്രാജിത്ത് നഗരത്തിൽ പ്രവേശിച്ചതോടെ നഗരം പ്രകാശമാനമായി. അകാലത്തിൽ സംഭവിച്ച സൂര്യോദയം പോലെ എങ്ങും വെളിച്ചം. എല്ലാവരും അത്ഭുതപ്പെട്ടു. സൂര്യഭഗവാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണെന്ന് അവർ കരുതി. ജനങ്ങൾ ദ്വാരകയിലൊക്കെ ഓടി കൃഷ്ണനെ കണ്ടു പറഞ്ഞു, കൃഷ്ണ, സൂര്യഭഗവാൻ ഇതാ ഭൂമിയിലെത്തിയിരിക്കുന്നു. ഇങ്ങോട്ട് വരുമെന്നാണ് തോന്നുന്നത്. ഇത് കേട്ട് കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് സൂര്യഭഗവാനല്ല. സൂര്യഭഗവാൻ ഭൂമിയിലേക്ക് വരികയോ? അത് സത്രാജിത്തായിരിക്കും. സൂര്യദേവൻ സത്രാജിത്തിന് നൽകിയ സെമന്തകമണിയാണ് പ്രകാശിക്കുന്നത്. അതല്ലാതെ സൂര്യദേവൻ വരുന്നതല്ല. കൃഷ്ണൻ അവരുടെ സംശയം തീർത്തു. ദിവസം കഴിയും തോറും സെമന്തകമണിയെ കുറിച്ചുള്ള വാർത്തയ്ക്ക് പ്രാധാന്യമേറി വന്നു. മണി ലഭിച്ചതിൽ സത്രാജിത്തിന് വലിയ അഹന്തയുണ്ടായിരുന്നു. സെമന്തകമണി ഉള്ളിടത്ത് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും. അവിടെ ദാരിദ്ര്യമോ പ്രകൃതിക്ഷോഭമോ മറ്റു ദുരിതങ്ങളോ ഒന്നും തന്നെ സംഭവിക്കില്ല. പോരെങ്കിൽ അത് സൂക്ഷിക്കുന്നവർക്ക് ദിവസവും 12 ഭാരം സ്വർണം ലഭിക്കും. ഇത്തരത്തിൽ സെമന്തകമണി കൊണ്ട് ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഒരു നാൾ സത്രാജിത്ത് ദ്വാരകയിലെത്തി കൃഷ്ണനെ സന്ദർശിച്ചു. കൃഷ്ണൻ സത്രാജിത്തിനെ വളരെ കാര്യമായി സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്തു. എന്നിട്ട് കുശല പ്രശ്നങ്ങൾക്ക് ശേഷം കൃഷ്ണൻ പറഞ്ഞു, സെമന്തകമണിയെ കുറിച്ച് ഞാൻ കേട്ടു. സൂര്യഭഗവാൻ കനിഞ്ഞേകിയ ആ രത്നം എന്തായാലും വിശിഷ്ടമായത് തന്നെ. അതിന്റെ ഉപയോഗം എല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ്. വിരോധമില്ലെങ്കിൽ അത് നമ്മുടെ ഉഗ്രസേന മഹാരാജാവിനെ ഏൽപ്പിക്കുക. മഹാരാജാവിന്റെ കൈവശമിരുന്നാൽ അതുകൊണ്ട് ഉണ്ടാകുന്ന നേട്ടം പ്രജകൾക്ക് എല്ലാവർക്കും ലഭിക്കുമല്ലോ. അതുമല്ല, ഇത്ര വിശിഷ്ടമായ ഒരു രത്നം സൂക്ഷിച്ചു വെക്കുക എന്നത് തന്നെ ശ്രമകരമായ ജോലിയാണ്. രാജാവിനാണെങ്കിൽ അതിനൊന്നും പ്രയാസവുമില്ല. കൃഷ്ണന്റെ ഈ അഭിപ്രായം സത്രാജിത്തിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ കൃഷ്ണനോട് ഇഷ്ടക്കേട് കാട്ടാൻ സത്രാജിത്തിന് പേടിയുണ്ട്. അതുകൊണ്ട് സത്രാജിത്ത് പറഞ്ഞു, കൃഷ്ണ, ഉഗ്രസേന മഹാരാജാവിന് സെമന്തകമണി നൽകുന്നതിൽ എനിക്ക് വിരോധമില്ല. പക്ഷേ ഭഗവാൻ സൂര്യൻ എനിക്കായി സമ്മാനിച്ചത് അദ്ദേഹത്തിന്റെ സമ്മതമില്ലാതെ എങ്ങനെയാണ് ഞാൻ കൈമാറുക? വേണ്ട വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞുവെന്നേ ഉള്ളൂ. സൂര്യദേവൻ അങ്ങേക്ക് നൽകിയത് അങ്ങ് തന്നെ സൂക്ഷിച്ചോളൂ. സത്രാജിത്തിന്റെ മനസ്സറിഞ്ഞ് കൃഷ്ണൻ പറഞ്ഞു. സത്രാജിത്ത് തന്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. സത്രാജിത്തിന് ഒരു അനുജനുണ്ടായിരുന്നു, പ്രസേനജിത്ത്.
പ്രസന്നജിത്തിന് സെമന്തകമണി അണിയാനൊരു മോഹം. അയാൾ തന്റെ ആഗ്രഹം ജ്യേഷ്ഠനോട് പറഞ്ഞു. ജ്യേഷ്ഠൻ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ഒരു പ്രാവശ്യത്തേക്ക് അനുജൻ അണിയാൻ സെമന്തകമണി നൽകി. പ്രസന്നജിത്ത് വലിയ സന്തോഷത്താൽ സെമന്തകമണിയും അണിഞ്ഞ് നായാട്ടിന് പോയി. സെമന്തകം കിട്ടിയ സന്തോഷത്തിൽ മതിമറന്ന പ്രസന്നജിത്ത് ഒരു വലിയ കൊടുങ്കാട്ടിൽ പെട്ടു. സാധാരണ നായാട്ടിന് പോകാറുള്ള സ്ഥലമായിരുന്നില്ല അത്. സിംഹവും മറ്റുമുള്ള ഘോരവനം. പ്രസേനൻ ഒന്നും ശ്രദ്ധിക്കാതെ തന്റെ കുതിരയെയും തെളിച്ച് കാട്ടുമൃഗങ്ങളെ തേടി നടക്കുകയായിരുന്നു. പെട്ടെന്നാണ് പിന്നിൽ നിന്ന് ഒരു സിംഹം പ്രസന്നജിത്തിന്റെ മേൽ ചാടി വീണത്. കുതിര വിരണ്ടോടി. പ്രസന്നജിത്ത് കുതിരപ്പുറത്ത് താഴെ വീണു. സിംഹവും പ്രസന്നജിത്തും തമ്മിൽ ശക്തമായ പോരാട്ടം നടന്നു. ഒടുവിൽ സിംഹം പ്രസന്നജിത്തിനെ കടിച്ചു കീറി കൊന്നു. കുതിരയെയും സിംഹം വെറുതെ വിട്ടില്ല. അതിനെയും സിംഹം കൊന്നു. പ്രസന്നജിത്തിന്റെ മൃതദേഹത്തിൽ അപ്പോഴും സെമന്തകമണി പ്രകാശിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട് സിംഹത്തിന് കൗതുകമായി. തന്റെ കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കാൻ എന്ന വിചാരത്തോടെ സിംഹം സെമന്തകമണി കടിച്ചെടുത്ത് ഗുഹയിലേക്ക് നടന്നു. നായാട്ടിന് പോയ പ്രസന്നജിത്ത് തിരിച്ചെത്താൻ വൈകിയതോടെ സത്രാജിത്തിന് വലിയ അങ്കലാപ്പായി. പ്രസന്നജിത്തിന്റെ ജീവനേക്കാൾ സെമന്തകമണിയെ കുറിച്ചായിരുന്നു സത്രാജിത്തിന് ഉത്കണ്ഠ. സത്രാജിത്തിന് പരിഭ്രാന്തിയായി. ഇനി എന്താണ് ചെയ്യുക? അയാൾ ആൾക്കാരെയും കൂട്ടി കാട്ടിലേക്ക് തിരിച്ചു. കാടാകെ അരിച്ചു പെറുക്കി. എങ്ങും പ്രസന്നജിത്തിനെ കാണാനില്ല. സെമന്തകമണിയും കിട്ടിയില്ല. സത്രാജിത്ത് വളരെ വിഷമത്തോടെ തിരിച്ചു വന്നു. കയ്യിൽ കിട്ടിയ ധനത്തെയും ഐശ്വര്യത്തെയും സൂക്ഷിച്ചു വെക്കാൻ സാധിക്കാത്തതിൽ സത്രാജിത്ത് സ്വയം ശപിച്ചു. അയാൾ വളരെ ദുഃഖിതനായി. വിഷമം കാരണം സത്രാജിത്ത് ഓരോരോ ആലോചനയിലാണ്ടു. കൃഷ്ണൻ സെമന്തകമണി ആവശ്യപ്പെട്ട കാര്യം അതിനിടക്ക് അയാൾ ഓർത്തു. ഒരു പക്ഷേ കൃഷ്ണനാവുമോ സെമന്തകമണി കൈക്കലാക്കിയത്? കൃഷ്ണൻ അത്ര നല്ലവനൊന്നുമല്ല. തന്റെ അമ്മാവനെ പോലും കൊന്നിട്ടുള്ളവനാണ് അവൻ. രുക്മിണിയെയും അവൻ മോഷ്ടിക്കുകയാണ് ഉണ്ടായത്. ആ നിലയ്ക്ക് കൃഷ്ണൻ സെമന്തകമണി മോഷ്ടിക്കില്ലെന്നൊന്നും വിചാരിക്കാൻ പറ്റില്ല. സത്രാജിത്ത് ഇക്കാര്യം സേവകരോടും മറ്റു സുഹൃത്തുക്കളോടും പറഞ്ഞു. അവരും സത്രാജിത്തിന്റെ സംശയം ശരിവെക്കുകയാണ് ഉണ്ടായത്. ക്രമേണ കൃഷ്ണനാണ് സെമന്തകമണി മോഷ്ടിച്ചതെന്ന വാർത്ത നാടെങ്ങും പരന്നു. അപവാദം പരക്കാൻ താമസമില്ലല്ലോ. കൃഷ്ണന്റെ ചെവിയിലും അതെത്തി. കൃഷ്ണനാകട്ടെ അത് കേട്ട് ചിരിച്ചതേയുള്ളൂ. മറ്റൊന്നും അയാൾ പറയാൻ കൂട്ടാക്കിയില്ല. എന്നാൽ ഒരു നാൾ ബലരാമൻ കൃഷ്ണനോട് കയർത്തു. എന്താ കൃഷ്ണ, നീ സെമന്തകമണി മോഷ്ടിച്ചു എന്നാണല്ലോ നാട്ടിലാകെ ശ്രുതി. നീ ഇതൊന്നും കേട്ടില്ലേ? എന്തിനാ ഈ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? നമുക്കെന്തിനാ സെമന്തകമണി? എന്തായാലും വളരെ മോശമായി പോയി. കാര്യം അറിയാതെയുള്ള ജ്യേഷ്ഠന്റെ ശാസന കേട്ടപ്പോൾ കൃഷ്ണന് വലിയ വിഷമം തോന്നി. സെമന്തകമണിക്ക് എന്ത് സംഭവിച്ചു എന്നറിയണമെന്ന് കൃഷ്ണൻ നിശ്ചയിച്ചു. അടുത്ത ദിവസം കൃഷ്ണൻ സെമന്തകമണി അന്വേഷിച്ച് യാത്രയായി. ഒപ്പം സഹായത്തിന് കുറെ ആൾക്കാരെയും കൃഷ്ണൻ കൂട്ടിയിരുന്നു. അവർ മണി അന്വേഷിച്ച് ആ വനമാകെ അലഞ്ഞു. മണിയെക്കുറിച്ച് ഒരു സൂചനയും എങ്ങുമില്ല. എങ്കിലും കൃഷ്ണൻ പിൻവാങ്ങാൻ കൂട്ടാക്കിയില്ല. അന്വേഷണം കൊടും കാട്ടിലേക്ക് വ്യാപിപ്പിച്ചു. അന്വേഷണത്തിനിടെ അങ്ങിങ്ങ് കുതിരക്കുളമ്പടികളുടെ പാട് കാണായി. അവർ അത് നോക്കി യാത്ര തുടർന്നു. ഏറെ ദൂരം പോയില്ല, അതാ കിടക്കുന്നു പ്രസന്നജിത്തിന്റെ ശവം. അവർ ആ ശവശരീരവും പരിസരവും ശ്രദ്ധിച്ചു. അപ്പോഴാണ് ഒരു സിംഹത്തിന്റെ കാലടിപ്പാടുകൾ അവർ കണ്ടത്. അവിടെ നിന്ന് അവർ ആ കാലടിപ്പാടുകൾ പിന്തുടർന്നു. അല്പം നടന്നു കഴിഞ്ഞപ്പോൾ കുതിരയും ചത്തുകിടക്കുന്നത് കണ്ടു. കുതിരയെ സിംഹം തന്നെയാണ് കടിച്ചുകീറി കൊന്നതെന്ന് ഊഹിക്കാൻ പ്രയാസമുണ്ടായില്ല. അവർ വീണ്ടും സിംഹത്തിന്റെ കാൽപ്പാടുകൾ നോക്കി മുന്നോട്ട് പോയി. അപ്പോഴതാ സിംഹവും ചത്തുകിടക്കുന്നു. ഇതെന്തു കഥ? എല്ലാവരും പരസ്പരം നോക്കി. ആർക്കും ഒന്നും മിണ്ടാനായില്ല. കൃഷ്ണൻ സിംഹത്തിന്റെ ശവത്തിനടുത്തേക്ക് നീങ്ങി. അപ്പോഴാണ് ഒരു വാനരന്റെ കാൽപ്പാടുകൾ കൃഷ്ണന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. വാനരന്റെ കാൽപ്പാടുകൾ മുന്നോട്ട് തെളിഞ്ഞു കാണുന്നുമുണ്ട്. എന്തായാലും അതും കൂടെ നോക്കുക എന്ന് വിചാരിച്ച് കൃഷ്ണനും കൂട്ടരും വാനരന്റെ പാദമുദ്രകൾ നോക്കി മുന്നോട്ട് നടന്നു. അവർ നടന്ന് ഒരു വലിയ ഗുഹയ്ക്ക് മുന്നിലെത്തി. ആ ഗുഹയിൽ എന്താണുള്ളതെന്ന് നമുക്ക് നാളെ കാണാം. ഹരേ കൃഷ്ണ.